എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ പ്ലാനറ്റ് വച്ചേറ്റി ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഒരുപാട് സയന്റിസ്റ്റുകളുടെ അടുത്ത് വാലുള്ള ഒരു കുഞ്ഞു പയ്യൻ, അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള പ്ലാനറ്റിൽ ആ കുഞ്ഞു പയ്യന്റെ പപ്പ ആളാണെങ്കിൽ ആളുടെ പ്ലാനറ്റിലുള്ള ഓപ്പണൻസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് മുകളിലുള്ള പ്ലാനറ്റ് കാണിക്കും. അവിടെ ആ പയ്യന്റെ പപ്പ ആളാണെങ്കിൽ ഒരുപാട് വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഒരു മെയിൻ വില്ലൻ മുകളിലേക്ക് കടന്നു വരും. ആ പയ്യന്റെ പപ്പയാണെങ്കിൽ ഒരു സ്പെഷ്യൽ പവർ ആൾക്ക് നേരെ ഉപയോഗിക്കുകയാണ്. പക്ഷെ ആ വില്ലനാണെങ്കിൽ അതിലും വലിയൊരു പവർ ഉപയോഗിച്ച് അവന്റെ പപ്പയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് അവന്റെ പപ്പയാണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, എന്റെ മകൻ അവൻ തീർച്ചയായിട്ടും ഇതിന് പ്രതികാരം വീട്ടും, ഞങ്ങളുടെ പ്ലാനറ്റ് അവൻ തിരികെ പിടിക്കും. കട്ട് ചെയ്താ ഇവിടെ ഗോക്കു, അവനാണെങ്കിൽ ആ ഒരു വലിയ ലോകത്ത് നിന്ന് ഇപ്പൊ താഴെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചിരിക്കുകയാണ്. കാട്ടിൽ നിന്ന് ആ ഒരു അപ്പൂപ്പൻ ആളാണെങ്കിൽ ഗോക്കുവിനെ കണ്ടെത്തും. ഗോക്കുവിനെ ആള് ഒരു ഗ്രാൻഡ് പായുടെ സ്ഥാനത്ത് നിന്ന് വളർത്തി കൊണ്ടുവരും. അവന് ഗോക്കു എന്ന് പേരിടും. അങ്ങനെയാണ് നമ്മുടെ ഗോക്കു ഗ്രാൻഡ് പായുടെ കയ്യിലെത്തിയത്. പിന്നീട് പുൽമയെ കണ്ടുമുട്ടി ആ ഡ്രാഗൺ ബോൾസ് അതെന്താണെന്നും ഡ്രാഗണിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷ് അതൊക്കെ തന്നെ സാധിക്കാമെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കിയെടുക്കും. അതിനുശേഷം ഗോക്കുവിന്റെ ലൈഫ് അത് മുൻപോട്ടേക്ക് പോകുന്തോറും അവന് മാസ്റ്റർ റോഷി കിട്ടി. മാസ്റ്റർ റോഷിയിലൂടെ അവന് ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എല്ലാം തന്നെ വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞു. പതിയെ പതിയെ ഗോക്കുവിന് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് വന്നു. അവരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാനും ഗോക്കു മുൻപോട്ടേക്ക് യാത്രയായി. ഇതിനിടയിൽ അവൻ ഏറ്റവും വെല്ലുവിളിയായിട്ട് വന്നത് ആ ഒരു മോൺസ്റ്റർ കിങ് പിക്കലോ ആണ്. അവനെ ക്യാറ്റിന്റെ സഹായത്താൽ ഗോക്കു ആണെങ്കിൽ അവന്റെ ഉള്ളിലുള്ള പവറുകളെ അവേക്കൻ ചെയ്ത് അതിനെ ഇല്ലാതാക്കി. പക്ഷെ കിങ് പിക്കലോ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നതിന് മുൻപ് അവന്റെ ഒരു ജൂനിയറിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നീട് 3 വർഷം കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് ഗോക്കു ജൂനിയർ പിക്കലോയെയും തോൽപ്പിച്ചു. അതിനുശേഷം അവൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ചീച്ചി, അവളെ സന്തോഷമായിട്ട് വിവാഹം കഴിച്ച് ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. സുന്ദരമായിട്ടുള്ള കാടിന് നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെയാണെങ്കിൽ നമ്മുടെ ചീച്ചി പെണ്ണ്, അവളാണെങ്കിൽ അവളുടെ കുഞ്ഞു മകൻ ഗോഹാനെ അവനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് നേരം വിളിച്ചിട്ടും ഗോഹാനെ അവിടെ എവിടെയും കാണാനുണ്ടാവില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോക്കു, അവനാണെങ്കിൽ വലിയ വലിയ മരങ്ങളൊക്കെ ആഞ്ഞടിച്ച് തകർത്ത് താഴെയിടും. ഏറ്റവും വലിയൊരു മരം അതവൻ തൂക്കിയെടുത്തുകൊണ്ട് ഇപ്പോ ചീച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ഉടനെ ചീച്ചിയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഗോഹാൻ അവനെ കാണാനില്ല. അപ്പൊ മുൻപ് വരെ ഞാൻ അവനെ ഇവിടെ കണ്ടതാണ്, അധികം ദൂരമൊന്നും പോകാൻ ചാൻസ് ഇല്ല. എത്രയും വേഗം അവനെ കണ്ടുപിടിച്ച് ഭക്ഷണം കൊടുത്ത് നമുക്ക് മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ ഒരുപാട് ലേറ്റ് ആവും. അതിന് ഗോക്കു ആണെങ്കിൽ നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ എത്രയും വേഗം അവനുമായിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഒരു കുരുവിയെ കാണിക്കുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞു ഗോഹാൻ ആണെങ്കിൽ ഇപ്പൊ ആ ബേർഡിനോട് സംസാരിക്കും. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പേര് ഗോഹാൻ, നിന്റെ പേരെന്താ? അതിന് ആ കുരുവിയാണെങ്കിൽ അങ്ങനെ പറന്നു പോവാണ്. ഗോഹാൻ അതിനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ആ മരക്കട്ടയിലൂടെ തന്നെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഗോഹാനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആ മരക്കട്ട അതങ്ങനെ ഒഴുകി ഒഴുകി അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗോക്കു, അവനാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ ശബ്ദം കേട്ട് ഫ്ലൈയിങ് നിംബസിൽ അവിടേക്ക് വരികയാണ്. ഗോഹാനാണെങ്കിൽ ഗോക്കുവിനെ കണ്ട് നിലവിളിക്കും, പപ്പാ ഞാൻ ഇവിടെയുണ്ട്, എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്ത്, ഇനിയും മുൻപോട്ടേക്ക് പോയ വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് ഞാൻ പോയി വീഴും. ഗോക്കു ആണെങ്കിൽ അവനോട് ആ ഒരു മരക്കട്ടയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറയും. ഗോക്കു അവനെ പിടിക്കാനായിട്ട് പോകുന്ന അതേ നിമിഷം അവൻ ആ ഒരു വെള്ളക്കെട്ടിലേക്ക് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ നല്ല സ്പീഡിൽ ആ വെള്ളക്കെട്ടിലേക്ക് താഴ്ന്നിറങ്ങും. പക്ഷെ അവനെ കാണാനില്ല. അപ്പോഴായിരിക്കും ഗോഹാന്റെ നിലവിളി അത് മുകളിൽ നിന്ന് കേൾക്കുക. ഗോഹാനാണെങ്കിൽ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഒരു മരക്കൊമ്പിൽ അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ഗോകുവിനെ കാണേണ്ട താമസം ഗോഹാനാണെങ്കിൽ ഗോക്കുവിന്റെ ദേഹത്തേക്ക് ചാടി വരികയാണ്. ഗോക്കു ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ ഇങ്ങനെ മുകളിലേക്ക് വന്നു, മുകളിലേക്ക് ചാടാൻ ശ്രമിച്ചോ? അതിനവൻ പറയും, ഇല്ല, ഞാനൊരു പക്ഷിക്കുഞ്ഞിനെ കണ്ടു, അതിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോ കാല് വഴുതി ഞാൻ വെള്ളത്തിലേക്ക് വീണു. ഗോക്കു ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പൊ ഓക്കെയാണ്, നമുക്ക് എത്രയും വേഗം മാസ്റ്റർ റോഷിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവരവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഗ്രാമത്തില് ഒരു എൽഡറിനെ കാണിക്കും. ആളാണെങ്കിൽ ആളുടെ തൊടിയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തോ ഒന്ന് ആകാശത്തോടെ പറന്നുപോയി വലിയൊരു പൊട്ടിത്തെറിയോട് കൂടെ ഭാഗത്ത് പതിക്കുന്നതായിട്ട് ആള് കാണാം. ആളാണെങ്കിൽ കാറെടുത്ത് അവിടേക്ക് പാഞ്ഞു വരും. അവിടെ പൊട്ടിത്തെറിയുണ്ടായ ഭാഗത്ത് ഇപ്പൊ വലിയ എന്തോ ഒരു സാധനം വന്ന് വീണതായിട്ട് ആള് ശ്രദ്ധിക്കും. അടുത്ത നിമിഷം അതിൽ നിന്ന് ഒരു റോബോട്ട് മനുഷ്യൻ പുറത്തേക്ക് വരികയാണ്. ആ അങ്കിളാണെങ്കിൽ പേടിച്ച് ഗണ്ണൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു റോബോട്ട് മാൻ ആള് ആ അങ്കിളിനോട് പറയും, നിന്റെ പവർ വെറും 5%, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒന്ന് സ്നാപ്പ് ചെയ്യും. അടുത്ത നിമിഷം ആള് തെറിച്ചുപോയി കാറിലിടിച്ച് മരിക്കുകയാണ്. അവനാണെങ്കിൽ ചുറ്റും നോക്കും, നോ, ഇത് റോങ് ഡെസ്റ്റിനേഷൻ ആണ്, ഇവിടെ പവറുള്ള ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ സാഡായിട്ട് നിൽക്കും. റോബോട്ട് മാൻ ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് ഫ്ലൈ ചെയ്ത് പോകും. കട്ട് ചെയ്ത ഇപ്പൊ മോൺസ്റ്ററിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് പവർ അവന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അങ്ങനെ സെൻസ് ചെയ്യാണ്. ഓ നോ, ഇത് ഗോക്കു അല്ല, ഒരു ഡിഫറെന്റ് പവർ
പവറാണ്, പക്ഷെ അത് വളരെ കൂടുതലാണ്. അതാരായിരിക്കും ചിന്തിച്ച് അവൻ അങ്ങനെ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം ആ റോബോട്ട് മാൻ അവൻ അവിടെ ലാൻഡ് ചെയ്യും. റോബോട്ട് മാൻ ആണെങ്കിൽ ഇപ്പൊ അവനെ ചെക്ക് ചെയ്യും. ഓ, നീ കാക്രോട്ട് അല്ലേ? അതിന് മോൺസ്റ്റർ ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാ? മര്യാദയ്ക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്നോട് പറയണം. അത് കേട്ട് ട്രിഗറായ ആ ഒരു റോബോട്ട് മാൻ അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇപ്പോ മോൺസ്റ്ററിന്റെ പവർ ചെക്ക് ചെയ്യും. 122. ഓ, നിനക്കും അത്യാവശ്യം പവറൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ആ പവർ അതൊന്നുമല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ പിക്കലോയെ പരിഹസിക്കും. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് റോബോട്ട് മാനെ അറ്റാക്ക് ചെയ്യാണ്. വലിയൊരു പൊട്ടിത്തെറി അവിടെ ക്രിയേറ്റ് ആവും. പക്ഷെ ആ റോബോട്ട് മാൻ ആണെങ്കിൽ ഒരു പോറിൽ പോലും ഏൽക്കില്ല. മോൺസ്റ്റർ ആണെങ്കിൽ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. അടുത്ത നിമിഷം ആ റോബോട്ട് മാൻ ആണെങ്കിൽ അവനോട് ചോദിക്കും, നിന്റെ പവറൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഉപയോഗിക്കാന്ന് പറഞ്ഞ് റോബോട്ട് മാൻ ആണെങ്കിൽ അവന്റെ പവർ അത് ഉപയോഗിക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വലിയ പവർ അവൻ സെൻസ് ചെയ്യുക. അവനാണെങ്കിൽ മുകളിലേക്ക് പറന്നുയരും. വാവ്, 12,909. ഈ ഒരു പ്ലാനറ്റിലെ ഏറ്റവും കൂടുതൽ പവർ അത് എനിക്ക് സെൻസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും ആ കാക്രോട്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ പവർ സെൻസ് ചെയ്ത ഭാഗത്തേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ പിക്കലോ മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോ ആ റോബോട്ടിന്റെ അറ്റാക്കില് പ്രോപ്പറായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. ഓ നോ, അവൻ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവന്റെ പവർ അതെനിക്ക് ഇപ്പോഴും സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവന്റെ അറ്റാക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനാവാനായി എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കാമ ഹൗസ് കാണിക്കും. ഇതൊക്കെയാണെങ്കിൽ ഇപ്പൊ ഒരു മഞ്ഞ പേടകം അങ്ങനെ ലാൻഡ് ആവുകയാണ്. പേടകത്തിനുള്ളിൽ നിന്ന് മറ്റാരുമല്ല പുറത്തേക്ക് വരിക, സാക്ഷാൽ പൊൽമ. അവളാണെങ്കിൽ ഹൗസിലേക്ക് വന്ന് എല്ലാവരെയും കൈവീശി കാണിക്കും. ഞാൻ വന്നു, നിങ്ങളുടെ ഇൻവിറ്റേഷൻ അത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. റോഷിക്കും മൊട്ടപ്പനും ഒക്കെ അവളെ കണ്ട് ഒരുപാട് സന്തോഷം. മാസ്റ്റർ ആണെങ്കിൽ അല്പം ഗൗരവത്തോടെ അവളോട് പറയും, നിനക്ക് ഇൻവിറ്റേഷൻ ആവശ്യമൊന്നുമില്ല ഇവിടേക്ക് വരാൻ. പിന്നെ ഒത്തിരി ദൂരമായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വരാനായിട്ട് നിന്നെ നിർബന്ധിക്കാതിരുന്നത്. അത് കേട്ട് ബുൽമയാണെങ്കിൽ സന്തോഷത്തോടു കൂടെ മാസ്റ്ററിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. പക്ഷേ മാസ്റ്റർ ആണെങ്കിൽ അതിന്റെ കുൽസിത സ്വഭാവം അതെടുത്ത് അവളുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് നോക്കും. അത് കണ്ട ബുൽമയാണെങ്കിൽ ആ ഗിഫ്റ്റ് എടുത്ത് മാസ്റ്ററിന്റെ തലയ്ക്ക് ആഞ്ഞെട്ടിക്കുകയാണ്. ഒട്ടപ്പനാണെങ്കിൽ ബുൽമയോട് ഹാൻസം ബോയെ കുറിച്ച് ചോദിക്കും. അതിനവള് പറയും, അവനെനിക്കറിയില്ല, അവൻ ടൗണിലുള്ള പെൺകുട്ടികളുടെ ഒക്കെ പുറകെ വായി നോക്കി നടക്കുകയാണ്. അവനോട് ഈ ഒരു ഇൻവിറ്റേഷന്റെ കാര്യം പോലും പറഞ്ഞിട്ടില്ല. അത് കേട്ട് മാസ്റ്ററും ഒട്ടപ്പനും അവർ രണ്ടുപേരും തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇതിൽ കണ്ടാൽ കേരിയും പാമ്പും. ഉടനെ ബുൽമയാണെങ്കിൽ ലോഞ്ചിനെ കുറിച്ച് അന്വേഷിക്കും. അതിന് മൊട്ടപ്പം പറയും, അവള് വർഷങ്ങളായ ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് പോയതാണ്, ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന അതേ സമയം അങ്ങ് ദൂരത്തായിട്ട് ആ റോബോട്ട് മാനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ പവർ സെൻസ് ചെയ്ത് ഒരു കാടിന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ഗോക്കു ആണെങ്കിൽ അവന്റെ മകനുമായി അമ്മ ഹൗസിലേക്ക് വരും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഗോക്കുവിനെ കണ്ടതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ ഗോക്കുവിന്റെ കയ്യിലുള്ള ആ കുഞ്ഞ് അത് ആരുടെയാണെന്ന് ചോദിക്കും. ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. എന്റെ കയ്യിലുള്ള കുഞ്ഞ് അത് മറ്റാരുടെ അല്ല, എന്റെ തന്നെയാണ്. അത് കേട്ട് അവർക്കാണെങ്കിൽ വലിയ ഷോക്ക്. ഗോഹാനാണെങ്കിൽ ഇപ്പൊ എല്ലാവരെയും വിഷ് ചെയ്യും. അത് കേട്ട് ബുൽമയ്ക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടം തോന്നും. ബുൽമയാണെങ്കിൽ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഗോഹാനാണെങ്കിൽ കൊഞ്ചി കുറുവി എല്ലാവരോടും സംസാരിക്കും. അതിനുശേഷം ആ ആമയോട് കൂട്ടുകൂടി അതിന്റെ പുറത്ത് കയറി നടക്കുകയാണ്. ഇവിടെ ബുൽമയും മാസ്റ്റർ റോഷിയും ആണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ പുറകില് ഗോക്കുവിന്റേത് പോലെ തന്നെ ഒരു വാല് കാണും. അവർ ആ വാലിനെ കുറിച്ച് ചോദിക്കും. അതിന് ഗോക്കു പറയും, ഇതിൽ എനിക്കുണ്ടായിരുന്ന അതേ വാല് തന്നെ ഇപ്പൊ അവനുമുണ്ട്. അവൻ ഏറെക്കുറെ എന്നെ പോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ കരുതും പോലെ അവന് മറ്റൊരു തരത്തിലുള്ള പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാസ്റ്റർ റോഷിയാണെങ്കിൽ എടുത്തു ചോദിക്കും, അവന് ഫുൾ മൂൺ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഫുൾ മൂൺ കാണാനൊന്നും ഞങ്ങൾ നിൽക്കാറില്ല, ഞങ്ങൾ വളരെ നേരത്തെ കിടന്നുറങ്ങും. മാത്രമല്ല എന്റെ വൈഫ് ചീച്ചി, അവൾക്ക് ഇവൻ മാർഷൽ ആർട്സ് ഫൈറ്റ് അതൊന്നും പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അവൻ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം അത് സമ്പാദിക്കണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത്തരം തരത്തിലുള്ള ട്രെയിനിങ് ഞങ്ങൾ ആരും അവന് കൊടുത്തിട്ടില്ല. ബുൽമയാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ ക്യാപ്പിലുള്ള ആ 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ കാണും. അതിന് ഗോക്കു പറയും, എന്റെ ഗ്രാൻഡ് പേയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് കളക്ട് ചെയ്ത് വെച്ചതാണ്. ഞാനിത് സൂക്ഷിക്കുന്ന സമയത്ത് തന്നെ ബാക്കി ഡ്രാഗൺ ബോളും എനിക്ക് കിട്ടിയിരുന്നു. അവരത് പറഞ്ഞ് ക്യാഷ്വലായിട്ട് നിൽക്കുന്ന അതേ സമയം ഇപ്പോ ആ റോബോട്ട് മാൻ അവൻ അവിടേക്ക് കടന്നു വരികയാണ്. കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ടെൻഷൻ കൂടും. അവനാണെങ്കിൽ ഇപ്പൊ ഗോക്കുയെ നോക്കി പറയും, അതെ, നീ തന്നെയാണ് ഞാൻ അന്വേഷിച്ചു വന്ന കാക്രോട്ട് മാൻ. നിന്റെ മിഷൻ ഈ ഒരു പ്ലാനറ്റിലുള്ള എല്ലാം നശിപ്പിക്കുക എന്നതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നീ അത് ചെയ്യുന്നില്ല? ഗോക്കു ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. ഇല്ല, നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൊട്ടപ്പനാണെങ്കിൽ അവനോട് പറയും, നിനക്കൊരല്പം വട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതെന്റെ ഫ്രണ്ട് ഗോക്കു ആണ്, ഞങ്ങൾക്ക് കാട് മാറിപ്പോയി, ഇത് കാക്രോട്ട് അല്ല. മര്യാദയ്ക്ക് എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകാൻ പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ക്യാഷ്വലായി അവന്റെ അടുത്തേക്ക് പോകും. അടുത്ത നിമിഷം ഒരു പവർ ഒന്ന് ഹിറ്റ് ചെയ്ത് മൊട്ടപ്പനെ അങ്ങനെ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കുകയാണ്. അവന്റെ പുറകിൽ നിന്ന് ഒരു വാലങ്ങനെ പുറത്തേക്ക് വരും. അതുകൊണ്ട് എല്ലാവരും ഷോക്ക് ആവുന്നതോട് കൂടെ
ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.